എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ഐശ്വര്യമുണ്ട്. സമയം നോക്കിയാലുള്ള കുഴപ്പം. കഴിഞ്ഞല്ലോ പരിപാടി. ഇനി ഓം പരമാത്മ ഓം പരമാത്മ ഓം പരമാത്മ. അവിടെ സൂപ്പർ ഹിറ്റ്. അതെ അറിയാം, പറയണ്ട, എനിക്ക് അറിയാം. കല്യാണത്തിന് ഈ പരിപാടിയൊന്നും നടന്നില്ല, പ്രാവശ്യം പൊളിക്കാതെ. അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും ഏൽപ്പിക്കാത്തത്. കരച്ചിലൂടെ എനിക്കെന്ത് കല്യാണ ഫീല്. പിള്ളേരെ കിട്ടുമെന്ന് വൈകുന്നേരം. പായസമുണ്ട്, അലുവയുണ്ട്, എല്ലാം ഉണ്ട്. പറഞ്ഞില്ലേ പുള്ളിക്കാരി. എത്ര 12:28 ആണ്. ഈ സമയം നോക്കിയാലുള്ള കുഴപ്പം. ടൈമായല്ലേ? ആ 30 ml കൊടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെയാണോ നിർത്തിപ്പിടിക്കണം? ഇങ്ങനെ നിർത്തണം. അനുസരിച്ച് കാതങ്ങ് പൊക്കി വെച്ചു കൊടുക്കണം. കഴിഞ്ഞല്ലോ പരിപാടി. ഇനി വളയിടിക്കണം. ഇവിടെ നമ്മൾ വരൽ ചെവി അടച്ചു പിടിച്ചോണ്ട് ഏത് ചെവി അടച്ചു വെക്കണ്ടേ? ഈ ചെവിയോ? ഏതെങ്കിലും ഒരെണ്ണം അടച്ചിട്ട് ഇതിൽ വിളിച്ചോളൂ. അത് കുഞ്ഞു തന്നെ അടച്ചിട്ടുണ്ട്. ഓം പരമാത്മ ഓം പരമാത്മ ഓം പരമാത്മ ഓം പരമാത്മ ഓം പരമാത്മ ഓം പരമാത്മ. അവിടെ സൂപ്പർ ഹിറ്റ്. ഇപ്പൊ ഉണർന്നല്ലേ? എല്ലാ ഐശ്വര്യമുണ്ട്. കല്യാണത്തിന് ഈ പരിപാടിയൊന്നും നടന്നില്ല, പ്രാവശ്യം പൊളിക്കാതെ. കല്യാണത്തിന് ഇങ്ങനെ പോസ് ചെയ്യോ അങ്ങനെ പോസ് ചെയ്യോ പറഞ്ഞു. അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യാതിരുന്നതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി. ഓക്കെ ശരി, ബൈ. വർഷമായിട്ട് അച്ഛൻ കാണാൻ പാടേണ്ടി വരുന്നോന്ന്. എടുത്തായിരുന്നോ? ഞങ്ങളുടെ രണ്ടുപേരുടെ കൂടെ ബെറ്ററായി. ആദ്യത്തെ 2-3 ഇരുന്നോ? എല്ലാ കുഴപ്പമില്ല. എനിക്ക് വിശക്കിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വേണം. അടുത്തായിരിക്കാം. വേണ്ട, എല്ലാരും കുറെ പേര് ഇരിക്കുകയല്ലേ. അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ പരിപാടിയെല്ലാം നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. സൂപ്പറായിരുന്നു. ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തായാലും സംഭവം അടിപൊളിയായി. ഭയങ്കര സന്തോഷം. ആത്മജയുടെ നമ്മുടെ ഇങ്ങനൊന്നും ചെയ്തില്ല. ആത്മജയുടെ ഒരു സിമ്പിൾ പരിപാടിയായിരുന്നു. എനിക്ക് ആത്മജയുടെ സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ? സെക്കൻഡ് ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചാൽ കൊള്ളാം. പക്ഷെ ഇതിപ്പോ ഭയങ്കര നിയർ ബൈ ആയതുകൊണ്ടും പരീക്ഷാ സമയം ആയതുകൊണ്ടും നമ്മൾ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മോളുടെ 28ഉം ആത്മജയുടെ ബർത്ത്ഡേയും. അന്ന് നല്ല ഡേറ്റ് ആണ്, ഒരേ ദിവസം ആക്കാം. ഉച്ചയ്ക്ക് 28 ഇപ്പം എല്ലാവർക്കും വരാനും സൗകര്യമായിരിക്കും. വൈകുന്നേരം ആത്മജയുടെ ബർത്ത്ഡേയും അങ്ങനെ ആഘോഷിക്കാന്ന്. എക്സാം ആയിട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് മോളുടെ 28 നേരത്തെ നടത്തി. ഇനി ആത്മജന്റെ പിറന്നാൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പം അതാണ്. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? കരച്ചിലൂടെ ഞാനാണ് പയ്യെ താങ്കളെന്നാ വിടുന്നതായിരിക്കും നല്ലത് അല്ലേ? ഇത്രേ ഉള്ളൂ. നല്ല നല്ല തക്കുടു അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോഗ്രാഫി. ഓക്കെ, അപ്പൊ നമ്മള് രാവിലെ ഇല്ല, കസേരക്ക് ഹൈറ്റ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാവും. പക്ഷെ നല്ല കസേര, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഹൈറ്റ് ഇത്തിരി കുറഞ്ഞു. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പരിപാടിയൊക്കെ എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടോ?
എനിക്കെന്ത് കല്യാണ ഫീല്. കല്യാണത്തിന് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി നടന്നില്ല, ഒന്നും നടന്നില്ല. അതെ, ഫോട്ടോസ് തന്നെ നമുക്കൊരു ആവശ്യത്തിന് ആൾക്കാർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല. രണ്ടുപേരും എല്ലാ ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇല്ല. നമുക്ക് ഒരു ഫാമിലി ഫോട്ടോ ഇല്ല. കല്യാണത്തിന്റെ അന്നെടുത്ത് 4 ഫോട്ടോ വെച്ച് ബാക്കി ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കണം. സെറ്റ് പോസ് ചെയ്യുന്നത് പോസ് ചെയ്യാനാണ് ഒരു പാട്. ഏറ്റവും മടിയുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അതെ, അറിയാം, പറയണ്ട, എനിക്ക് അറിയാം. എന്റെ എല്ലാ പോസ്റ്റും എനിക്ക് അറിയാം. 4 പോസ്റ്റ്. എന്തായാലും പരിപാടി നല്ല ഗംഭീരമായി. അതെ, അതിന് സദ്യയും കൂടെ ഗംഭീരമായി കഴിഞ്ഞാൽ സദ്യ ഗംഭീരമാണ്. സൂപ്പർ, കൊള്ളാം, എല്ലാം കൊണ്ടും അടിപൊളിയായി. അപ്പൊ എല്ലാവർക്കും നന്ദി. ഓം പരമാത്മയുടെ അനുഗ്രഹം. അതെ, ആത്മജയുടെയും ആത്മജയുടെ ഒരു ഗംഭീര പരിപാടി നമുക്ക് നടത്തണം. യെസ്, ആശാനെ കിട്ടണ്ടേ? ആത്മജയുടെ പരിപാടി നമുക്ക് ബൈ ബൈ ബൈ. മീര എന്റെ അടുത്ത് പറയൂട്ടോ. യെസ് യെസ്, വരും, വന്നിരിക്കും. ബൈ. കുഞ്ഞിനെ ഞങ്ങൾക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും ഏൽപ്പിക്കാത്തത്. ആരെയോ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം അപ്പനെ അമ്മൂമ്മനെ നമ്മളെ ഏൽപ്പിക്കുന്നില്ല. പിന്നെ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മളെ ഏൽപ്പിക്കത്തില്ല. നമ്മളെ ഭാവിനെ കാണാൻ വന്നപ്പോ ആരോ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ, എല്ലാവർക്കും ഒരു ഇതുണ്ട്. കുട്ടിയെ കുളിപ്പിക്കുന്ന ഞാനാണ്, അമ്മൂമ്മമാർക്ക് അവസരം കൊടുക്കുന്നില്ല അല്ലേ? പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ട്. ഞാനിതിനു വേണ്ടി എന്റെ സമയം ചെലവാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവരിത്ര നാള് നമ്മളെയൊക്കെ നോക്കിയതല്ലേ. നമ്മുടെ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ഇല്ല. അവരെ കാണണം, അവരുമായിട്ടുള്ള മൊമെന്റ്സ് നല്ല. അവർക്ക് കുഞ്ഞുങ്ങളായിട്ടുള്ള സമയം എൻജോയ് ചെയ്യണം. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് കുളിപ്പിക്കുന്നതിനൊക്കെ അതിനോട് എനിക്ക് പേഴ്സണലി സമയമുണ്ട്. എനിക്കൊക്കെ രണ്ടുപേരും പണിയുണ്ട്, ബിസി ആണെന്നുള്ളെങ്കിൽ കുഴപ്പമില്ല. ആത്മജ കഴിക്കണ്ട. ആ, ഓക്കെ, ഗുഡ് ബൈ. കാണാൻ വന്നപ്പോ ആരോ പറഞ്ഞപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്താ വൻ പരിപാടിയാണ്. പോയിട്ട് പിള്ളേരെ കിട്ടുമെന്ന് വൈകുന്നേരം അപ്പൊ ഇനി വരാം. ഇപ്പൊ ഭയങ്കര എല്ലാത്തിലും ഗ്രൂംഡ് അങ്ങനെ. നിങ്ങൾ ഒരു മുഖേ കണ്ടിട്ടുള്ളത്, അടുത്ത വേറെ മുഖങ്ങളുണ്ട്. ഉണ്ണിയോടെ പോയോ? ഇവന്റെ പല മുഖങ്ങൾ കണ്ട ആളാണ് ഞാൻ. ഹോളിയുണ്ട്, പായസമുണ്ട്, അലുവയുണ്ട്, പിന്നെയും പായസമുണ്ട്, എല്ലാം ഉണ്ട്. ഗംഭീര പരിപാടിയായിരുന്നു. സദ്യ നല്ല അഭിപ്രായം അല്ലേ? എല്ലാരും നല്ല വളർന്നു, പക്ഷെ വളർന്ന് തരിപ്പണമായി. എനിക്കിനി ഇത് ചൂടായതുകൊണ്ടാ, നല്ല ചൂടല്ലേ, ഉച്ച സമയം ആയതുകൊണ്ടാണ്. എന്തായാലും എല്ലാം കൊണ്ടും ഗംഭീരായി. ഹാപ്പി ഹാപ്പി ഹാപ്പി. happy. One more. Happy. കിട്ടി, പക്ഷെ മാഷ് happy. One more. Happy. കിട്ടി, പക്ഷെ മാഷ് ആണോ നമ്മളെ കണ്ട പോലെ ഇല്ലേ? കണ്ടില്ല.